ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സാന്ത്വന വീട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, ദേവമംഗലം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ദേവിയുടെ ആഭരണം ഓൾറെഡി ഇതിൽ കാണിച്ചാണ്. ദേവിയുടെ ആഭരണങ്ങൾ ലോക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ ഗോമതിയും കൂടി ചോദിക്കുന്നുണ്ട്. കാരണം വീട് അത്ര സേഫ് അല്ലല്ലോ. അപ്പൊ ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലോക്കറിൽ വെക്കണതല്ലേ നല്ലത്. അപ്പൊ ഗോമതിയുടെ ഗോൾഡ് എല്ലാം തന്നെ ലോക്കറിലാണ്. മീനാക്ഷിയുടെയും അതുപോലെ തന്നെ മിത്രയുടെയും എല്ലാവരുടെ ലോക്കറിൽ വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ ഇവിടെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ദേവി പറഞ്ഞത്, ഞാൻ അമ്മയെടുത്ത് കൊടുത്തോളാം, അമ്മ അവിടെ അമ്മയുടെ ആഭരണങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബാങ്ക് ഉണ്ട്, അവിടുത്തെ ലോക്കറിൽ വെക്കാന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചു വരുത്തി കാണിക്കുന്ന ഒരു ഭാഗം കാണിച്ചിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ അങ്ങനത്തെ ഒരു ഭാഗം ഒന്നുകൂടി ഉണ്ട്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് ദേവിയുടെ കള്ളത്തിന് ചെറുതായിട്ടൊന്ന് പാളി പോകുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അങ്ങനെ ദേവിയുടെ ആഭരണങ്ങളൊക്കെ അമ്മക്ക് കൊടുത്തയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവി ഇരിക്കുന്നത്. പക്ഷെ എന്നാലും കയ്യിലൊരു 5-6 വള, ഇപ്പുറത്തെ കയ്യിൽ 5-6 വള, പിന്നെ മാല, പിന്നെ നെക്ലസ്, പിന്നെ വലിയൊരു കമ്മല്, അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ദേവി ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുവാണല്ലോ. അപ്പൊ ഇങ്ങനെ ബാലിനിങ്ങനെ അവരുടെ വീട്ടില് ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ കടയിൽ നിന്ന് പണം ഇങ്ങനെ കാണാനില്ല, വീട്ടിൽ വെച്ച പൈസ കാണാനില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അപ്പൊ ബാലൻ പറയുന്നുണ്ട്, ഈ വീട്ടിലിന്റെ പൈസയും ആവശ്യത്തിനുള്ള പൈസ മാത്രം വെച്ചാൽ മതി, ബാക്കിയെല്ലാം അപ്പ ഉള്ളത് അപ്പ ബാങ്കിലേക്ക് ഇടുക, കടയിലുള്ള വരുമാനത്തിന്റെ അന്നത്തെ വരുമാനം അന്ന് തന്നെ ബാങ്കിലേക്ക് ഇടാൻ വേണ്ടി പറയാം. സാധാരണ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്കിൽ പോയിട്ട് അന്നത്തെ ഒരാഴ്ചത്തേക്കുള്ള കണക്കിന്റെ ലാഭം ബാങ്കിലേക്ക് കൊണ്ട് ഇടുന്നത്. അപ്പൊ ആഭരണങ്ങൾ എല്ലാ കാര്യങ്ങളൊക്കെ ബാങ്കിൽ ഉണ്ടല്ലോ. നമ്മുടെ ഗോമതിരത്ത് ബാലൻ ചെയ്യുമ്പോൾ ഗോമതി പറഞ്ഞിട്ട് ആഭരണങ്ങളെല്ലാം ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്, കയ്യിലും കാലിലും ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഗോമതി പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ദേവിമോളുടെ കയ്യിലും കാലിലൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവാണ്. അവള് റോട്ടിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം തരാനും അതുപോലെ വെള്ളം തരാനും ചായ തരാനും പലഹാരങ്ങൾ തരാനൊക്കെ ഇടക്കിടക്ക് കടയിലേക്ക് വരുമല്ലേ. അപ്പൊ ആ സമയത്ത് അവൾ ഈ മാല, ഇപ്പത്തെ കാലം അറിയാലോ, ഒരു പവന്റെ മാല ഇട്ട് റോട്ടിൽ പോകാൻ പോലും പേടിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇവൾ ഈ മാലയും അതുപോലെ തന്നെ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് പോകുമ്പോഴേക്കും എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് എന്നിങ്ങനെ പറയണം. അത് ഗോമതി പറഞ്ഞു ശരിയാട്ടോ. അവൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് പേര് കണ്ണിടുന്നുണ്ട്. എന്റെ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം പച്ചക്കറി മേടിക്കാൻ വന്നൊരു പുള്ളിക്കാരൻ ചോദിക്കാം, മരുമോൾ എന്തോരം സ്വർണ്ണം ഇട്ടിട്ടാ നടക്കണേന്ന്, ഇത്രയും സ്വർണ്ണമാണ്, ഇനിയും സ്വർണ്ണം ഉണ്ടോന്ന് വരെ ചോദിച്ചു. എനിക്കങ്ങ് ദേഷ്യം വന്ന് ദേവി എന്ന് പറയാണ്. അതന്നെയാ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, അവള് ഇങ്ങനെ ഇട്ട് നടക്കുന്നത് അത്ര നല്ലതൊന്നല്ല, ഇപ്പത്തെ കാലം ശരിയൊന്നല്ല. നമ്മള് ആഭരണങ്ങളൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ബൈക്കിലും അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ വന്നിട്ട് അവിടുത്തെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, വീട്ടിൽ പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെയാണ് റോട്ടില്. ബാലേട്ടൻ തന്നെ ദേവി എടുത്ത കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞ ചിലപ്പോൾ ആ അർത്ഥത്തിൽ എടുക്കണമെന്നില്ല, ബാലേട്ടൻ പറഞ്ഞ അവളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. അതിന്റെ ബാലേട്ടൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ദേവി എടുത്ത് പറയാൻ വേണ്ടി ഗോമതി പറയാണ്. അങ്ങനെ ദേവി പതിവ് പോലെ തന്നെ ഊണും മീനും കറികളൊക്കെ ആയിട്ട് കടയിലേക്ക് പോവാട്ടോ. അപ്പൊ ബാലിനിങ്ങനെ ദേവിനിങ്ങനെ നോക്കുന്നുണ്ട്. എന്താ അച്ഛാ പതിവില്ലാതെ ഇങ്ങനെ നോക്കുന്നത്? മോളെ ഞാനൊരു കാര്യം പറയാം, മോൾ തെറ്റിദ്ധരിക്കരുത്. ഇല്ല അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാറില്ലല്ലോ, എന്താണെങ്കിലും പറഞ്ഞോ. അല്ല, വീട്ടില് ഗോമതിയും മീനാക്ഷിയും ഇത്രയൊക്കെ നടക്കണത് മോള് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എന്താ കുഴപ്പം? അവര് സാധാരണ പോലെയല്ലേ നടക്കുന്നത് മോളെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവര് കയ്യിലും കഴുത്തിലൊന്നും ഒന്നും ഇടാറില്ല. ഒരു താലിമാല, കയ്യിലൊരു വള, അല്ലെങ്കിൽ ചിലപ്പോ അതും ഇടാറില്ല. ഇത്രയൊക്കെ മാല മാത്രമേ ഇടാറുള്ളൂ. കാരണം എന്തിനാ മോളെ നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെ കാണിക്കണത്? ഉള്ളത് ശരി തന്നെയാണ്, നല്ല കാര്യം, ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ അത് ഗുണം ചെയ്യും. പക്ഷെ നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഇത്രയും ഗോൾഡിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ? പുറത്തു പോകുമ്പോഴും വല്ല കല്യാണത്തിന് ഫംഗ്ഷന് പോകുമ്പോൾ മാത്രമല്ലേ ഈ ഗോൾഡിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അടുക്കള പണി ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലും പണിക്ക് പോകണ്ടെങ്കിലും എന്തെങ്കിലും കോളേജിൽ പോകുമ്പോ പോരാ ഈ ഗോൾഡിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. കഴുത്തിൽ ഒരു താലിമാല, അതിന്റെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ. മോളെ ഈ കയ്യിലും കഴുത്തിലേക്ക് ഇട്ട് നടക്കുമ്പോഴേക്കും റോട്ടിലൂടെ ഇത്ര നടന്നു വരികയല്ലേ, ആരെങ്കിലൊക്കെ എന്തെങ്കിലും പിടിച്ചു വലിച്ചോണ്ട് പോയാലോ? ഓ ഇല്ലച്ചാ, അങ്ങനൊന്നും ഉണ്ടാവില്ല. എന്നാലും സാരില്ല മോളെ, ബാക്കി ആഭരണങ്ങളൊക്കെ വീട്ടിലല്ലേ ഇരിക്കണത്? അതെ, അമ്മയുടെ കൈ കൊടുത്തയച്ചായിരുന്നു എന്ന് പറയാണ്. ഉദയഭാനു സാർ എന്നിട്ട് പറഞ്ഞായിരുന്നു, മോൾ ഒരു കാര്യം ചെയ്യും, ഇപ്പോ കയ്യിൽ ഇത്രയും വളരെ ആവശ്യമില്ലല്ലോ, 2 വളരെ ആവശ്യമല്ലോ, മോൾ തെറ്റിദ്ധരിക്കല്ലേ കേട്ടോ. ബാലച്ചൻ പറഞ്ഞത് നല്ല ഗതിന് വേണ്ടിയിട്ടാണ്. ഇപ്പത്തെ കാലം മോൾക്ക് അറിയാലോ, പത്രത്തിലും ടിവിയിലൊക്കെ വാങ്ങിക്കണതൊക്കെ മോൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. അതിനിടയ്ക്കാണെങ്കിൽ ഗോൾഡിന്റെ വിലയാണെങ്കിൽ ദിവസം പോകുന്തോറും കൂടി വരുവാണ്. ഒരു 2 പവന്റെ മാല പോയാൽ തന്നെ എത്ര രൂപയുടെ നഷ്ടം ഉണ്ടാവുന്നത്? 1 പവൻ, ഇവിടെ 1 ഗ്രാമിലെ പോലും മേടിക്കണമെങ്കിൽ 7-8 രൂപ വേണ്ടേ? അതുകൊണ്ട് മോളെ ഒരു തരി പൊന്നു പോലും കളയരുത്. അത്ര കഷ്ടപ്പെട്ട് ഉദയഭാനു സാർ ഉണ്ടാക്കി തന്നതല്ലേ ഇതൊക്കെ. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യും, ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഊരി ഗോമതിയുടെ കയ്യിലേക്ക് കൊടുക്ക്, അവളിവിടെ ലോക്കറി വെച്ചോളും. അയ്യോ സാരില്ല അച്ഛാ, അമ്മേനെ വിളിച്ചു വരുത്തിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ ലോക്കറി കൊടുത്തോളാം. മോളെ, ഞാൻ നിന്റെ അമ്മയുടെ കൈ കൊടുക്കുന്ന കുഴപ്പമൊന്നും പറയല്ലോ കേട്ടോ. പക്ഷെ നിനക്കിപ്പോ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന്
മാലയോ കമ്മലോ എന്തെങ്കിലുമൊക്കെ ഇട്ടപ്പോ ആനന്ദിനോട് ചിലപ്പോൾ ഒരു ബന്ധു വീട്ടിൽ പോകണം, ആ അമ്പലത്തിൽ പോകണം, ആനന്ദിന്റെ കൂടെ ഇങ്ങനെ അമ്പലത്തിൽ പോകണം, ബന്ധു വീട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് വരുമ്പോഴേക്കും സമയമാവില്ലേ? ബാക്കി ഗോൾഡൊക്കെ അവിടെ ഉണ്ടല്ലോ. മോൾ ഇപ്പിട്ടിരിക്കണ ഗോൾഡ് മാത്രം ആ ഗോമതിയുടെ കൈ കൊടുത്തേക്കണം. ഗോമതി മീനാക്ഷി മിത്രയൊക്കെ ഒരു ലോക്കറിൽ തന്നെയാ വെച്ചേക്കണത്. ലോക്കർ കാശ് കളയണ്ടല്ലോ, മോൾ അവിടെ കൈ കൊടുത്തേക്കട്ടോ. അച്ഛാ അത് ഇല്ല, ഈ കാര്യത്തിൽ മോള് ഞാൻ പറഞ്ഞത് അനുസരിക്കണം കേട്ടോ. നല്ല മോളല്ലേ? ശരി അച്ഛാ, ഞാൻ വൈകിട്ട് പോയിട്ട് ഇവിടുന്ന് പോയിട്ട് അമ്മയുടെ കയ്യിലെല്ലാം ഊരി കൊടുത്തോളാന്ന് പറയാണ്. ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവിക്ക് അങ്ങ് ആകെ ടെൻഷൻ ആവും. ടീച്ചറ് ലോക്കറി വെക്കണം മുമ്പ് അവരിങ്ങനെ ഉരച്ചൊക്കെ നോക്കല്ലോ, ഗോൾഡ് തന്നെയാണെന്നൊക്കെ ഉരച്ചു നോക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതോടുകൂടി തന്നെ താൻ പിടിക്കപ്പെടുന്നു. എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ ആവാണ്. ആ സമയത്ത് ഗോമതി വരുന്നുണ്ട്. മോളെ എന്ന് വിളിച്ച് വരുവാണ്. എന്താ അമ്മേ? അല്ല അച്ഛനോട് പറഞ്ഞില്ലേ ഗോൾഡ് ഒക്കെ വെക്കുവാണെങ്കിൽ ഞാൻ ഇപ്പൊ ബാങ്കിൽ പോകണ്ട്, ഈ പ്രാവശ്യത്തെ പൈസ ബാങ്കിൽ അടയ്ക്കാനുണ്ട്, അപ്പൊ അതുകൊണ്ട് ബാങ്കിലേക്ക് പോവാം, മോൾ തരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ബാങ്കിൽ വെക്കാം എന്ന് പറയാണ്. അതിനെന്താ ഞാൻ ഇപ്പൊ ഊരിത്തരാന്നൊക്കെ പറയണ്ട്. പക്ഷെ ദേവിക്ക് അങ്ങനെ ടെൻഷൻ ആയിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അമ്മേനെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ശ്രീകല ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ദേവി എന്ത് വേണമെങ്കിലും വരട്ടെ, പിടിക്കപ്പെടുന്നെങ്കിൽ പിടിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പിടിക്കപ്പെടാൻ തന്നെ പോവാണല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ ദേവി മാലയും വളയൊക്കെ ഊരുവാട്ടോ. അത് തന്നെയുണ്ട് ഒരു കുന്ന്, ഇത്രയും പവനുണ്ട് കേട്ടോ, ഇത്രയും ഉണ്ട് ഗോൾഡ് ഊരി കഴിയുമ്പോ തന്നെ. അങ്ങനെ ഇത് എങ്ങനെ കൊടുക്കും? കൈ പിടിക്കുമ്പോ താഴ്ന്നു പോണം. റോൾഡ് ഗോൾഡ് ആണെങ്കിലും കനമുണ്ടല്ലോ. അപ്പൊ ദേവി പറയണ്ട അമ്മേ ഇന്ന മാല വളയൊക്കെ മോൾ ഈ കർച്ചീഫിലേക്ക് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കർച്ചീഫിലേക്ക് വെക്കുവാണ്. ശേഷം നമ്മുടെ ദേവി അത് ഗോമതി നന്നിട്ട് കെട്ടുന്നുണ്ട്. എന്നിട്ട് പറയണ്ട് മോൾക്ക് എന്തോ വിഷമം പോലോ, എന്തോ ടെൻഷൻ പോലെ, ഞാൻ കൊണ്ടേ വെക്കണതുകൊണ്ടിട്ടാണോ? മോൾക്ക് മോളുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. ആ സമയത്ത് ബാലനും എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബാലേട്ടനൊക്കെ വന്നോ? ഞാനിങ്ങോട്ട് വന്നു ദേവി, ഇത് വല്ലാത്തൊരു തലവേദന. അല്ല താനിത് എവിടെ പോവാ? ബാങ്ക് വരെ പോവാ, മോളുടെ ഗോൾഡ് ലോക്കറി വെക്കാനുണ്ട്. അത് ഇതായാലും നന്നായി, എന്നാ ഞാനും കൂടി വരാം എന്ന് ബാലൻ പറയണ. ദേവിക്ക് അപ്പൊ തന്നെ ആകെ ടെൻഷൻ ആവാട്ടോ. അങ്ങനെ ദേവിയുടെ സ്വർണം ബാലൻ ഇങ്ങനെ അർത്ഥത്തിലല്ല വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കുവാണ്. ആ പുതിയ മോഡൽ ഡിസൈൻ ആയാലും മോളുടെ ആഭരണങ്ങളല്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഇതൊക്കെ എന്താ മോളെ ഇങ്ങനത്തെ ഒരു വേറൊരു കളർ വ്യത്യാസം പോലെ എന്ന് ചോദിക്കുകയാണ്. അച്ഛാ അത് റോസ് ഗോൾഡ് ആണ്. എന്ത് ഗോൾഡ്? റോസ് ഗോൾഡ്. അതായത് ഗോൾഡ് പോലെ തോന്നി റോൾഡ് ഗോൾഡ് പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും അത് റോസ് ഗോൾഡ് എന്ന് പറയുക. അതായത് റോസ് കളർ പോലെ ഉണ്ടാവും. അതായത് ഗോൾഡ് എല്ലാം അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ നമുക്ക് സിൽവർ ക്ലോട്ടിങ്ങിലുള്ള ഗോൾഡ് കവറിംഗ് ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട് ഇപ്പൊ. ഇപ്പത്തെ ഒരേ ഫാഷൻ അല്ലേ ഗോമതി? നമ്മളൊക്കെ എടുക്കുന്ന സമയത്ത് ഗോൾഡിന്റെ കളർ മാത്രമേ ഗോൾഡിനുള്ളൂ. ഇപ്പൊ എന്തൊക്കെ കളർ പൂശില്ല. എന്തായാലും കൊള്ളാം, ഇതിട്ട് നടന്നാലും പുറത്താരും ഒന്നും വിചാരിക്കില്ല അല്ലെ? ഇല്ല അച്ഛാ, ഇത് ഇട്ട് നടന്നാൽ അങ്ങനെ പെട്ടെന്ന് ഗോൾഡ് ആണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കില്ല. എന്തായാലും പുതിയ തലമുറയൊക്കെ കൊള്ളാം. ഇങ്ങനത്തെ മാല നമ്മുടെ മീനാക്ഷിക്ക് ഉണ്ടോന്ന് ചോദിക്കാണ്. മീനാക്ഷിക്ക് ഇങ്ങനത്തെ ഇല്ലെന്ന് തോന്നുന്നു. അവൾക്കല്ല, അവളുടെ അമ്മയുടെ ഗോൾഡ് അല്ലേ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവളിപ്പൊ സമ്പാദിച്ചിടുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അവൾക്കാണെങ്കിൽ ഗോൾഡിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ നമ്മുടെ ബന്ധുക്കൾ എന്തെങ്കിലും വിചാരിക്കോ എന്ന് വിചാരിച്ചിട്ടാണ് അവള് ഗോൾഡ് ഇടണത്. പിന്നെ മിത്രക്കാണെങ്കിൽ പണ്ടേ ഗോൾഡിനോട് താല്പര്യമില്ലല്ലോ. കല്യാണത്തിന് മുമ്പാണെങ്കിലും അവൾ ഗോൾഡ് ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. ഒരു ചെറിയ കമ്മല് കണ്ടാ കണ്ടു, ഇല്ലേ ഇല്ല, അങ്ങനത്തെ ഒരു സാധനം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ദേവിമോളെ ഇവിടെ കുറച്ചെങ്കിലും ഗോൾഡ് ഒക്കെ ഉപയോഗിക്കുന്നത്. അയ്യോ അത് മോശമാണോ അമ്മേ? അയ്യോ മോശമാണ് അല്ല മോളെ പറഞ്ഞത്. അല്ല ഞാൻ പറഞ്ഞെന്നുള്ള ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണല്ലോ അത്. എന്തായാലും നന്നായിട്ടുണ്ട് മോളുടെ ഡിസൈൻ ഇട്ടോ. ഇതൊക്കെ ആരാ സെലക്ട് ചെയ്തത്? ഇത് ഞാനും അമ്മയും വിദ്യയും കൂടി സെലക്ട് ചെയ്താണ്. പിന്നെ അച്ഛനും സെലക്ട് ചെയ്തു. നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. ഇതിന്റെ ഭാഗ്യം ഞാൻ അടുത്ത ഭാഗമായിട്ട് തന്നെ പറയാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.